ഹലോ നമസ്കാരം. നമ്മൾ സൈഡ് ഗ്രാഫ്റ്റ് എങ്ങനെ ചെയ്യണമെന്നുള്ളതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഒരു കത്തി, ഒരു സയോണ്, പിന്നെ നമുക്ക് കെട്ടാനുള്ള ടാപ്പ്, കവർ, പ്ലാസ്റ്റിക്കിൻ്റെ ഇത് മതി, കുഴപ്പമില്ല. അപ്പോൾ സൈഡ് ഗ്രാഫ്റ്റ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇവിടുന്ന് മേപ്പിട്ട് ചെത്തുക സൈഡിൽ നിന്ന്. ഇത് കട്ട് ചെയ്യരുത്, മറ്റേത് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ടാണ് ചെയ്യൽ. അപ്പോൾ ഇത് കട്ട് ചെയ്യാതെ ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെത്തിക്കൊണ്ടുവരിക. ഇങ്ങനെ ചെത്തി കൊടുത്തിട്ട് ഇവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക അടിക്ക്. അങ്ങനെ എന്നിട്ട് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് സയോൺ എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സയോൺ കട്ട് ചെയ്യുമ്പോൾ ഇത് അടുപ്പിച്ച് കട്ട് ചെയ്യുക. ഇതിനോട് അടുപ്പിച്ച് നമുക്ക് ഈ സയോൺമേൽ ടച്ച് ചെയ്യാതെ ഇങ്ങനെ അടുപ്പിച്ച് കട്ട് ചെയ്യുക. മാക്സിമം ഇതിമേൽ ടച്ച് ആവാത്ത ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്യുക. കാണുന്നുണ്ടാവും. അത് ഞാൻ പറഞ്ഞു, സ്റ്റീലിൻ്റെ കത്തി വേണമെന്നില്ല, ബ്ലേഡ് ആയാലും കുഴപ്പമില്ല. കുറച്ച് മൂപ്പുള്ള റൂട്ട് സ്റ്റോക്ക് ആണെങ്കിൽ കത്തി, ചെറിയൊരു കത്തി നല്ലതാണ്. അല്ല ചെറിയതാണ് നിങ്ങൾ എടുക്കുന്ന റൂട്ട് സ്റ്റോക്ക് എന്നുണ്ടെങ്കിൽ ബ്ലേഡ് ആയാലും, നമ്മളെ വീട്ടിൽ ബ്ലേഡ് ആയാലും ഉപയോഗിച്ച് ബ്ലേഡ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ സയോൺ ഇതുപോലെ മാക്സിമം കട്ട് ചെയ്ത് കണ്ട് ഈ നെട്ടിൻ്റെ ഭാഗം മാക്സിമം നമുക്ക് ടച്ച് ആവാത്ത കോലത്തിൽ കട്ട് ചെയ്ത് മാക്സിമം എടുക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ ഈ സൈഡ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വലുപ്പം വേണ്ട. ഇപ്പോൾ നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ വലിപ്പം ഉണ്ട് വെച്ചിട്ട് കുഴപ്പമില്ല. സൈഡ് ഗ്രാഫ്റ്റിനാകുമ്പോൾ ഇത്ര വലിപ്പം മതി. കാണില്ലേ ക്ലിയർ ആയിട്ട്? എന്നിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡ് ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്ത പോലെ ഇതിൻ്റെ സൈഡ് അതേ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരാം. വേറല്ലേ? ഇങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ശേഷം ഇവിടെ ചെറിയതായിട്ട് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് ബാക്കിലേക്ക് കട്ട് ചെയ്യുക. അടിക്ക് ചെറിയ രീതിയിൽ, കൂടുതലൊന്നും വേണ്ട. ഇങ്ങനെ കട്ട്. എന്നിട്ട് ഇതിന് കറക്റ്റായിട്ട് ഈ സൈഡ് അടിയിൽ ആ പീസ് ഉള്ളിലേക്ക് ഇറക്കുക. ഇതവിടെ ഇതിൽ ഇറക്കി വെക്കുക. ഇവിടെ ഈ സൈഡിൽ ഇറക്കി വെച്ചിട്ട് ഇത് നേരെ ഇങ്ങോട്ട് ടച്ച് ആക്കുക. അപ്പോൾ ഇവിടെ ഈ സൈഡ് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ടാവും. ഇവിടെ ശരിക്കും ഇങ്ങോട്ട് പറ്റി കിടക്കണം. പിന്നെ നമ്മൾ ടാപ്പ് എടുത്തിട്ട് ഈ ടാപ്പ് മതി, സാധാ ടാപ്പ് മതി. ഇത് കവർ കട്ട് ചെയ്തതാണ്, റൗണ്ടിലുള്ള കവർ കട്ട് ചെയ്തതാണ്. അതെടുത്തിട്ട് അടിയിൽ നിന്ന് ചുറ്റിക്കൊണ്ടുവരിക. കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് ചുറ്റാം. ഇങ്ങനെ വലിച്ചു നീട്ടിയാൽ ക്ലിയർ ആയിട്ടുണ്ട് വരും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ടുകാണ്ട് വലിച്ചാൽ
ടൈറ്റായി. വേറൊരു പീസ് ഉണ്ടെങ്കിൽ ഇതേമാതിരി വെള്ളം സിപ്പപ്പിൻ്റെ കവറിൽ വെള്ളമാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കൂടി ഇടുക. എന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു കവറായിട്ട് ഇവിടെ കെട്ടുക. ആ ഹ്യൂമിഡിറ്റി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കെട്ടി ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടാവും വിചാരിക്കണം. അങ്ങനെ ചെയ്ത ഒരെണ്ണാണ് ഇതേമാതിരി സൈഡ് ഇതാ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ സയോണ് ഇതാ ഈ ചെറിയ കഷ്ണം ഇവിടെ കാണുന്നുണ്ടാവും, ഇതിലേക്ക് ഇറക്കി വെക്കുക. സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ച് കെട്ടുക. ഇങ്ങനെ കെട്ടി ഇത് പിടിച്ചതിൻ്റെ ശേഷം നമ്മളെ റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുക. റൂട്ട് സ്റ്റോക്ക് ഇങ്ങനെ മുകളിലോട്ട് ഇതുപോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഇത് പിടിച്ചതിൻ്റെ ശേഷം ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അപ്പം ഈ സയോണ് ഇതേമാതിരി ക്ലിയറായി വരും. രണ്ട് സൈഡും കണ്ട, രണ്ട് സൈഡും നല്ല ക്ലിയറായിട്ട് പിടിച്ച് വരും. അപ്പോൾ റൂട്ട് സ്റ്റോക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇത് മുകളിലോട്ട് ഇതേമാതിരി തെർത്ത് വരുന്ന രീതിയിൽ ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്തു വെച്ച ഒരു ബട്ടർ ആണിത്. കാണുന്നുണ്ടാവും വിചാരിക്കും. അപ്പോൾ ആ ബട്ടറിൻ്റെ ഈ കവറ് അയച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതാ അതുപോലെ ചെയ്തു വെച്ച ഒരു ബട്ടറിൻ്റെ തൈയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അയച്ച് കാണിക്കുകയാണ്. ഇത് ഇതുപോലെ സൈഡ് ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ബട്ടറിൻ്റെ തൈയാണ്. ഇതിപ്പോൾ ഇതങ്ങനെ അയച്ചെടുക്കുകയാണെങ്കിൽ ഇതേപോലെ സൈഡിൽ വെച്ചുകൊണ്ട് കിട്ടിയതാണ്. കാണുന്നുണ്ടാവും വിചാരിക്കണം. അത് കാണാൻ വേണ്ടിയിട്ട് അയക്കുകയാണ്, അയക്കാൻ അയച്ചില്ല, വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് അയക്കുകയാണ്. ഇത് അതേപോലെ സൈഡിൽ വെച്ച് കെട്ടിയിട്ട് അതിൽനിന്ന് കിളിർപ്പ് വന്നതാണ്. അപ്പോൾ അത് ഇതുപോലെ ചുറ്റി വെക്കുന്നുണ്ട്. ഇതിൽ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതുപോലെ ചുറ്റി വെക്കുക. അപ്പോൾ ഇതുപോലെ തോന കിളിർപ്പ് വരികയാണെങ്കിൽ അതിൽ ഒന്നോ രണ്ടോ നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഓക്കെ, ഇതിലിപ്പോൾ കാണുന്നുണ്ടാവും വിചാരിക്കണം, മൂന്നാല് കമ്പ് കിളിർത്ത് വന്നാണ്. അപ്പോൾ നമ്മൾ ഒന്ന് രണ്ടെണ്ണം നിർത്തുക. ഈ ഒരു സൈഡത്തത് ഇത് നമുക്ക് പൊട്ടിച്ച് ഒഴിവാക്കാം. അതാ ഇത് പൊട്ടിച്ചിട്ട് ഒഴിവാക്കുക. എന്നാലും ഇവിടെ കുറേ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതേമാതിരി ഒഴിവാക്കിയിട്ട് ഈ രണ്ടെണ്ണം മാത്രം നിർത്തുക. ഈ റൂട്ട് സ്റ്റോക്കിൽ ഇതാ ഇത് റൂട്ട് സ്റ്റോക്കിലും വരുന്നുണ്ട് ഇവിടെ. ഈ റൂട്ട് സ്റ്റോക്കിൽ വരാനേ പാടില്ല. ഇത് പൊട്ടിച്ച് ഒഴിവാക്കുക. ഇതിൽ നമ്മൾ വെച്ച ഇതിൽ മാത്രമേ വരാൻ പാടുള്ളൂ. ഇവിടെ ഇതാ റൂട്ട് സ്റ്റോക്കിൽ വരുന്നത്, ഇതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം. ഇതിലൊന്നും വരാൻ പാടില്ല. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇത് ഇല്ലാതായി പോകും. അപ്പോൾ അതുകൊണ്ട് റൂട്ട് സ്റ്റോക്കിൽ വേറെ എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ നമുക്ക് ഇതേമാതിരി ക്ലിയർ ആയിട്ട് കിട്ടും. ഇതിപ്പോൾ രണ്ടെണ്ണം ഇവിടെയൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കണം. ഈ രണ്ടെണ്ണം മാത്രം മതി. ഓക്കെ, ഇനി വേറെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇതുപോലുള്ള ഒരു കമ്പിൽ ചെയ്താണ്, വണ്ണുള്ള ഒരു കമ്പിൽ ചെയ്താണ്. അത് ഒരു വലിയ ചെടിയാണ്. ഈ ചെടിയിൽ ഇതുപോലെ ചെയ്ത് ഇവിടെ ചെയ്ത് വെച്ചാണ് സൈഡ് ഗ്രാഫ്റ്റ്. ഇതിപ്പം കിളിർപ്പ് വരാനായിട്ടുണ്ട്, കുറച്ച് ദിവസം മുന്നേ ചെയ്തതാണ്. പക്ഷെ ഇപ്പോൾ അയച്ച് കാണിക്കാനായില്ല. അയച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈർപ്പം പോകണോണ്ട് നമ്മൾ അയക്കുന്നില്ല ഇപ്പം. ഓക്കെ, ഇതും ഇതുപോലെ സൈഡ് ഗ്രാഫ്റ്റ് ചെയ്താണ്. ഈ ചെറിയ കമ്പിൽ ഇതൊക്കെ ഈ വണ്ണുള്ള ഇതിൽ ഇതുപോലെ കെട്ടിവെച്ച് ചെയ്തതാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിടിച്ചത് നല്ല ഉഷാറായിട്ട് നല്ല വലിയ കമ്പായി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. ചെയ്യുന്ന സമയത്ത് ഒരു ടാഗ് ഇതുപോലെ ഒരു ഇത് എഴുതിയിട്ട് ഒരു ടാഗ് ഇതുപോലെ നമ്മൾ ഇതിൽ തൂക്കുക. അപ്പോൾ നമ്മൾ ഏതാണ് ചെയ്തത് എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ വേറൊരു വീട്ടിൽ പോയിട്ട് നമ്മൾ കമ്പെടുത്ത് വന്ന് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകും. ഇത് ഏതാണ് ചെയ്തതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഒരുപാട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് രണ്ടെണ്ണം ചെയ്യുന്ന സമയത്ത് മറന്നു പോകും. മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടാഗ് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ജിമ്മിൽ തൂക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതിന് വീട്ടിൽ നിന്ന് ഇന്ന ആളെ സാധനം എടുത്തതാണ് എന്നുള്ളത്. അല്ല ഇതുപോലെ പേരുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ പേരിൽ ടാഗ് എഴുതിയിട്ട് തൂക്കുക. അപ്പോൾ അതൊരിക്കലും മറക്കരുത്. ഇപ്പോൾ വീഡിയോയിൽ ചിലപ്പോൾ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ
പരിഹരിക്കുക. ഓക്കെ, അപ്പോൾ മറക്കരുത് എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉപകാരമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മറക്കാതെ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ലൈക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.